ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ, പിതാക്കന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു. അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും അത് കേട്ടിട്ട് വിസ്മയിച്ച്, ഇവ എവിടെ നിന്നും ഇവന് കിട്ടി? ഈ ജ്ഞാനം, ഇവൻ്റെ കൈയാൽ നടക്കുന്ന വീരപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ എന്നിവരുടെ സഹോദരന്മാരായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു. അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവർ അല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തി. അല്ലാതെ അവിടെ ഒരു വീരപ്രവൃത്തിയും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് തൻ്റെ ദേശത്ത് കടന്നുപോയപ്പോൾ സംഭവിച്ച കാര്യമാണ്. കർത്താവിൻ്റെ സഹോദരന്മാരുണ്ട്, കർത്താവിന് സഹോദരിമാരുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാലാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ജോസഫും മറിയയും ഭാര്യ ഭർത്താക്കന്മാർ പോലെ ജീവിക്കുവാൻ ഇടവന്നു. അതാണ് യേശുവിൻ്റെ സഹോദരന്മാരെ ഇതിൽ കാണിക്കുവാൻ നമുക്ക് കാണുവാൻ സാധിക്കും. മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു. അവങ്കൽ ഇടറിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അപ്പോൾ യേശുവിന് സഹോദരന്മാരുണ്ട്. യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാലാണ്. യേശുവിൻ്റെ ജനനശേഷം ജോസഫും മറിയവും ഒരുമിച്ച് ജീവിക്കുവാൻ ഇടവന്നു. അതിൽ ജോസഫിന് മക്കളുണ്ടായിരുന്നു. യോസെ, യൂദ, ശിമിയോൻ, യാക്കോബ്. 4 സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ടെന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ പേര് ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. അന്ധകാര ശക്തികൾ മാറട്ടെ. പാതാള മണ്ഡലങ്ങൾ ഉടയിരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതങ്ങളിൽ സമാധാനവും പുതുവാതിലുകളും തുറക്കുവാനിടവരണം. വചനം ജനത്തോട് ക്രിയ ചെയ്യണം. കർത്താവെ, അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഭവന മണ്ഡലങ്ങളിലെ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ, കോപത്തിൻ്റെ വ്യാപാര പദ്ധതികൾ എല്ലാം യേശുവിൻ നാമത്തിൽ മാറട്ടെ. അന്ധകാര ശക്തികൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉയരപ്പെടട്ടെ. അൽ ഹെബോന റഖഷെന്തോന ഹസ്തിയ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ജീവൻ്റെ നാഥനെ സ്വീകരിക്കൂ, ജീവൻ്റെ ദൈവത്തെ കണ്ടിടുക, ജീവൻ്റെ ഉറവിടം അറിഞ്ഞിടുക. ജീവൻ്റെ നാഥനെ അറിയുക നിങ്ങൾ, ജീവൻ്റെ നാഥനെ സ്വീകരിക്കൂ, ജീവൻ്റെ ദൈവത്തെ കണ്ടിടുക,
ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ, ജീവൻ്റെ നാഥനെ അറിയുക നിങ്ങൾ. പാവകുലത്തിൽ കിടന്നു മനുഷ്യനെ, പാവക്കറയിൽ നീ വീഴരുതേ. നിന്റെ പാപം കഴുകിടുവാൻ കാൽവരിയിൽ രക്തം ചിന്തി ജീവൻ്റെ നാഥനെ സ്വീകരിക്കൂ. ജീവൻ്റെ ദൈവത്തെ കണ്ടിടുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഏത് പ്രവാചകനായാലും ഏത് അഭിഷിക്തനായാലും ഒരുപക്ഷെ തൻ്റെ സ്വന്തം നാട്ടിൽ അവന് വിലയില്ലാതായിരിക്കാം, എന്നാൽ അവന് മറ്റുള്ളിടത്ത് വിലയുണ്ട്. കർത്താവ് തൻ്റെ സ്വന്തം ദേശത്തിലേക്ക് കടന്നു പോയപ്പോഴുള്ള തൻ്റെ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിൽ ചെന്നു. അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ടിട്ട് വിസ്മയിച്ച്, ഇവന് ഇവ എവിടെ നിന്നും ഇവന് കിട്ടിയ ഈ ജ്ഞാനം, ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീരപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയുടെ മകനും യാക്കോബു, യോസെ, യൂദോ, ഷിമ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു. അവങ്കിൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകനും തൻ്റെ നഗരത്തിൽ ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവർ അല്ല എന്ന് പറഞ്ഞു. അതിന് ചിലർ രോഗികൾ എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തി. അല്ലാതെ അവിടെ ഒരു വീരപ്രവൃത്തിയും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസ ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരുപക്ഷെ കർത്താവിൻ്റെ വീരപ്രവൃത്തികളും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളും കർത്താവിൻ്റെ ജീവിത സാഹചര്യം കണ്ടുകൊണ്ട് ഒരുപക്ഷെ അവിടുത്തെ ദേശനിവാസികൾക്ക് അസൂയ ഉണ്ടാകുവാനിട വന്ന് കാണും. അതാണ് അനേകർക്ക് ജീവിതത്തിൽ അവിടെ കടന്നു വന്ന അനേകർക്ക് ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്, എന്നാൽ എല്ലാവരും കടന്നു വരാൻ കാരണം അതായിരുന്നു. അവരുടെ ജീവിതത്തിൽ അസൂയപ്പെടുന്ന അനുഭവം. നമ്മുടെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാലും മറ്റൊരുവൻ നന്മ പ്രാപിച്ചാൽ, മറ്റൊരുവൻ നല്ലൊരു ശുശ്രൂഷയിൽ കടന്നു വരുമ്പോൾ അസൂയപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അതിൽ ബന്ധുമിത്രാദികളുണ്ട്, സഹോദരന്മാരുണ്ട്, നമ്മുടെ ദേശനിവാസികളുണ്ട്. ഇതുപോലെ തന്നെ യേശുവിൻ്റെ ശുശ്രൂഷ, അത്ഭുത പ്രവൃത്തികൾ, വീരപ്രവൃത്തികൾ കണ്ടുകൊണ്ട് അവനെ വിശ്വസിക്കാതെ, ചെറിയ ഒരു കൂട്ടം വിശ്വസിച്ചവർക്ക് മാത്രം സൗഖ്യം കിട്ടിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏതാനും ചില രോഗികൾ കൈവച്ചു സൗഖ്യം വരുത്തി. അല്ലാതെ അവിടെ യേശു വീരപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ വിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ അവിശ്വാസമായിരുന്നു. അവിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും യേശുക്രിസ്തു അത്ഭുതങ്ങളെ ചെയ്യുവാൻ, അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ കാണുവാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം കാണണമോ? നിൻ്റെ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ മാറണമോ? നിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറണമോ? നിൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ മാറണമോ? എന്നാൽ നീ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവൻ്റെ മുന്നിൽ ആര് നിലവിളിക്കുന്നുവോ അവിടെ ഉത്തരം നൽകുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 25 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു സഹോദരിയെ കാണുവാൻ സാധിക്കും. 12 സംവത്സരമായി രക്തസ്രാവമുള്ള പല വൈദ്യരാലും ഏറിയതും സഹായിച്ചു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒന്നും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്നു. ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ട്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരു സഹോദരിക്ക് 12 വർഷമായി രക്തസ്രാവമുള്ള അവസ്ഥയാണ്. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീക്ക്
ബ്ലീഡിങ് ആവുന്ന മെൻസസ് ആവുന്ന ടൈമുകളിൽ പുറത്തിറങ്ങുവാൻ പറ്റത്തില്ല. കാരണം ആ സ്ത്രീ അശുദ്ധിയുള്ള സ്ത്രീയാണ്. എന്നാൽ ഈ സ്ത്രീ 12 വർഷമായി രക്തസ്രാവമുള്ള രോഗത്താൽ ബാധിക്കപ്പെട്ട സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അധ്വാന ഫലങ്ങളും ചെലവഴിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ സർവ്വസ്വത്തുക്കളും ഈ ഒരു രോഗത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്നാൽ അതിൽ നിന്നും അവൾക്ക് സൗഖ്യപ്പെടുവാനോ അവൾക്ക് സുഖം പ്രാപിക്കുവാനോ ഇടവന്നില്ല. എന്നാൽ യേശു തൻ്റെ ദേശത്ത് കടന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. യേശുവിനെ ഇന്നെനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും, കാരണം യേശു എവിടെല്ലാം കൂടുന്നുവോ അവിടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടി അതേ രോഗസൗഖ്യവും അത്ഭുത പ്രവൃത്തികളും നടക്കുന്ന സമയമായിരുന്നു. തൻ്റെ ഈ ദാസിയുടെ ഒരു വിശ്വാസമായിരുന്നു, യേശുവിനെ കാണാൻ പറ്റിയില്ലെങ്കിലും യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ വിളമ്പിലൊന്ന് തൊട്ട് എനിക്ക് സൗഖ്യം പ്രാപിക്കാമെന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും യഹൂദന്മാരുടെ അവരുടെ ആ ദേശത്തിൻ്റെ നിയമമനുസരിച്ച് അവർക്ക് പുറത്തിറങ്ങുവാൻ പറ്റത്തില്ല. കാരണം അത് അശുദ്ധിയാണ്. എന്നാൽ ആ സഹോദരി വിശ്വാസത്തോടെ യേശു തൻ്റെ ദേശത്ത് വന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്ത്രീ തൻ്റെ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവിടെ വസ്ത്രത്തിന്മേൽ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവളെ വസ്ത്രത്തെ തൊട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 12 വർഷമായി രക്തസ്രാവമുള്ള സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ സർവ്വസമ്പാദ്യവും ഈ രോഗങ്ങൾക്ക് വേണ്ടി വൈദ്യർക്ക് വേണ്ടി കൊടുത്തു. എന്നാൽ യാതൊരു ഫലമില്ലായിരുന്നു. അവിടെ വിശ്വാസം അതായിരുന്നു, എൻ്റെ ദേശത്ത് യേശു കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ മുന്നിൽ പോകുവാൻ ഒരുപക്ഷെ എനിക്ക് പറ്റത്തില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ ആ തൊങ്കിലൊന്ന് തൊട്ടാൽ, അതിൻ്റെ അറ്റത്തൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ള ആ വലിയ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ യേശു കൂടിയെടുത്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടി ഒരു തിക്കും തിരക്കുമുള്ള ഒരു സമയമായിരുന്നു. ഞാൻ രക്ഷപ്പെടുമെന്ന് അവൾ പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ നിന്നും അവൾ വസ്ത്രത്തെ തൊട്ടു. ക്ഷണത്തിൽ അവിടെ രക്തസ്രാവം നിന്നു. ബാധ മാറി. സ്വസ്ഥതയായെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടൻ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രത്തെ തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടു ഞാൻ ഞെട്ടിയത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൻ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചു കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണു. വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ബാധ ഒഴിഞ്ഞു സ്വസ്ഥതയായി എന്നു പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ സഹോദരിയുടെ വിശ്വാസം അതായിരുന്നു. തൻ്റെ ജീവിതത്തിലുള്ള ഈ ലോകത്തുള്ള എല്ലാ വൈദ്യന്മാരെയും തൻ്റെ ഈ രോഗത്തിന് വേണ്ടി ചികിത്സിക്കുവാൻ കടന്നുപോയി. തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട്, എന്നാൽ തൻ്റെ വിശ്വാസം അതായിരുന്നു, യേശു എൻ്റെ ദേശത്ത്, യേശു എൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് യേശുവിനെ എനിക്ക് കാണുവാൻ പറ്റത്തില്ലെങ്കിലും, ഒരുപക്ഷെ കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ജനത്തിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പോയി യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടും, എനിക്ക് സൗഖ്യം പ്രാപിക്കുമെന്നുള്ള ആ വലിയ വിശ്വാസം അതേ തൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടവന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. അതേ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നിലുള്ള ആ ശക്തി പുറപ്പെട്ട് ആ സ്ത്രീയിലുള്ള ആ 12 വർഷമായുള്ള രക്തസ്രാവത്തെ സൗഖ്യപ്പെട്ടതായി കാണുവാൻ സാധിക്കും. യേശു പെട്ടെന്ന് തിരക്കി, ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ വന്ന് യേശുവിൻ്റെ കാൽക്കൽ പിടിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട്, എൻ്റെ ഗുരുവേ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെല്ലാമാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വർഷങ്ങളായി 12 വർഷത്തോളമായി ഞാൻ ചികിത്സ നടത്തുകയാണ്, എന്നാൽ ഒരു സൗഖ്യവും വന്നില്ല. യേശു പറഞ്ഞു, അല്ലയോ സ്ത്രീയെ, നിൻ്റെ വിശ്വാസം പോലെ സംഭവിച്ചിരിക്കുന്നു. ബാധ മാറി, നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് പറയുവാൻ ഇടവന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ ജീവിതത്തിലും കഷ്ടതയിലും ഭാരത്തോടെ ഇരിക്കുകയാണോ? 2 3 പേരുടെ
യേശുവിൻ്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് എവിടെ കൂടുന്നുവോ അതിൻ്റെ മധ്യയിൽ കടന്നു വരുന്ന യേശു, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അൽ ഹെബോലോ റോഷോനിയാധാരിയ അൽ ഖേബോറ റാസ്തിയാനാദിയ. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, അവൻ വീരനാം ദൈവം, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു വരുത്തിയവനായ ദൈവം. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ മാതാവേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ രോഗത്താൽ കഴിയുന്നുവോ, യേശുവേ എന്ന് വിളിക്കുവാൻ നീ സാധിക്കുന്നുവെങ്കിൽ, യേശുവേ അങ്ങൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുമെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് വായുകൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ സൗഖ്യം നൽകുന്ന ഒരു യേശു കർത്താവിനെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതേ, എൻ്റെ യേശുവിനെ പോലെ സ്നേഹിക്കുവാനും കരുതുവാനും ആർക്കും സാധ്യമല്ല. അത് യേശുവിൻ്റെ അടുത്ത് വന്ന ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ചതുപോലെ ഇന്ന് സൗഖ്യമല്ലാതിരിക്കുന്ന, മനോസൗഖ്യമില്ലാതിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ഇരുട്ടിനാൽ വ്യാപരിച്ചിരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറുവാൻ കൽപ്പിക്കുന്നു. യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹൽബറോ റാക്കഷിയ നഹസ്തിയ. കർത്താവെ, ഇരുട്ടിൻ്റെ വ്യാപാര പദ്ധതികൾ വർഷങ്ങളായി അടച്ചിരിക്കുന്ന ചില വ്യക്തിമണ്ഡലങ്ങൾ കേൾക്കുന്നവരുണ്ട്. അൽ ഹോബറ ഹത്തുനാദിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പാതാള ശക്തികൾ, എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, അസമാധാനങ്ങളെ കൊണ്ടുവന്ന് തകർക്കുന്ന ചില മാതാപിതാക്കളിൽ, ചില സഹോദരന്മാരിൽ, ചില സഹോദരിമാരിൽ, ചില പിതാക്കന്മാരിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേ. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.